തൊഴിലെടുക്കുന്ന സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ലൈംഗിക പീഡനത്തിന് ഇരയായാൽ എല്ലാം കണ്ണീരിൽ ഒതുക്കുന്ന സർവം സഹയായി തുടരുന്നത് സ്ത്രീയുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന് ഒട്ടും സഹായകമല്ല. തൊഴിൽ സ്ഥലത്തെ ലൈംഗിക പീഡനത്തിനെതിരായി ശക്തമായ നിയമങ്ങൾ നാട്ടിൽ നിലവിലുണ്ട്. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് വരാമോ? താൻ അല്പം മുമ്പ് കൊടുത്തയച്ച ഫയലിലെ ആ ജിയോയുടെ കോപ്പി കാണുന്നില്ല, പ്ലീസ്. അതതിലുണ്ടായിരുന്നല്ലോ സാർ. ഒന്ന് വന്ന് നോക്കുന്നേ. ഞാനത് എവിടെയാ മിസ്പ്ലേസ് ചെയ്യുന്ന അറിയില്ല. ഇവിടെ ഈ ഫയൽ വെച്ചിട്ട് ഇവിടെ ആ കൈയൊന്ന് മാറ്റി. ഇവിടെ ഇല്ലേ നിന്റെ പ്രൊമോഷന്റെ ഫയൽ എന്റെ മേശപ്പുറത്താണ്. കുഴപ്പമൊന്നുമില്ല, ഞാനത് വേണ്ടത് എഴുതിക്കൊള്ളാം. ഏയ് ഡോണ്ട് വറി, വാ. എന്താ മേഴ്സി ഒരു വിഷമം? ഇങ്ങനെയാണോ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? അത് മുഴുവൻ മിസ്റ്റേക്സ് ആണ്. വിവരം കേട്ട ശവം. നോൺസെൻസ്. ഇപ്പോൾ തൊഴിൽ സ്ഥലത്തെ ലൈംഗിക പീഡനം സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള അർത്ഥവ്യാപ്തി അതിനുണ്ട്. പ്രത്യേകിച്ച് വാക്കുകൊണ്ടും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, തമാശ, പോണോഗ്രഫി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് പുരുഷന്മാരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. സ്ത്രീകളും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിൽ സ്ഥലത്തെ പീഡന പരിഹാര കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്, അത് നിയമത്തിലുമുണ്ട്. അപ്പോൾ ആ കമ്മിറ്റികളെ എങ്ങനെ സജീവമാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പ്രത്യേകത, എല്ലാ 6 മാസവും റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് സുപ്രീം കോടതി. അതുകൊണ്ട് ഈ കമ്മിറ്റി കൂടണം, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവർ കൊടുക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ നിയമമായി കഴിഞ്ഞാൽ അത്തരം മോണിറ്ററിംഗ് സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് വളരെ കർക്കശമാക്കേണ്ടതുണ്ട്, ഈ മോണിറ്ററിംഗ് സംവിധാനങ്ങളും.